ദൈവനാമം ബോധപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെന്ന് അമ്മച്ചിക്കറിയാം. ഇന്നൊരു കഥ നമുക്ക് പഠിക്കാം. ഒരു സംഭവ കഥയാണ് കേട്ടോ. ഒരു സ്കൂൾ കുട്ടികൾ ഒരു അധ്യാപകനോട് ചെയ്ത ക്രൂരകൃത്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. 2 തിമോത്തിയോസ് 4 അധ്യായത്തിൻ്റെ 7, 8 വാക്യം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഈസിയായിട്ടുള്ള വാക്യമാണ്, എന്നാൽ വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണ്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലും പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇനി ഞാൻ എന്നെ തൂക്കിക്കൊല്ലുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ പോവുകയാണ്. ഞാൻ എൻ്റെ ജോലിയെല്ലാം തികച്ചു. അതുകൊണ്ട് എനിക്ക് കിരീടമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ വായിക്കാം. ഇത് തന്നെയാണ് ഇന്ന് നമ്മുടെ സ്കൂൾ അധ്യാപകനായ കാസിയൻ എന്ന വ്യക്തിക്കും പറയാനുള്ളത്. നമുക്കപ്പോൾ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. 2 തിമോത്തിയോസ് 4:7-8 വാക്യം. റോമപട്ടണത്തിലെ ഒരു സ്കൂളിൽ കാസിയൻ എന്നൊരു അധ്യാപകനുണ്ടായിരുന്നു. കുട്ടികളെ നന്നായി പഠിപ്പിക്കുന്നതോടൊപ്പം വളരെ കൃത്യനിഷ്ഠയുള്ള ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. എല്ലാ കാര്യങ്ങളും ചന്തവും ഉചിതമായി നടക്കണമെന്നുള്ള സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. തെറ്റ് കണ്ടാൽ കുട്ടികൾക്ക് നല്ല ബാലശിക്ഷ നൽകുമായിരുന്നു. എന്നാൽ ചില കുട്ടികൾക്ക് അധ്യാപകനെ ഇഷ്ടമായില്ല. കാരണം അവർ സ്കൂളിൽ വരുന്നത് പഠിക്കുവാൻ വേണ്ടിയല്ല, കുസൃതികൾ ഉണ്ടാക്കുവാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ആയിരുന്നു ആ കുട്ടികൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉചിതമായിട്ട് ചെയ്യുന്ന സ്വഭാവക്കാരനായ ഈ കാസിയൻ എന്ന അധ്യാപകനോട് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാൽ ഒത്തിരി കുട്ടികൾ ഈ കാസിയൻ എന്ന അധ്യാപകനെ സ്നേഹിച്ചു. കാരണം അവർക്ക് നന്നായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല മാർക്കും നല്ല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവരുടെ സ്വഭാവ രൂപീകരണത്തിന് പോലും അത് നന്നായിട്ട് തന്നെ വന്നു. അങ്ങനെ നല്ലൊരു അധ്യാപകനായിട്ട് കാസിയൻ ആയിരുന്നു. എന്നാൽ കാസിയൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്നുള്ള വിവരം ന്യായാധിപന് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ രോഷാകുലനായ ന്യായാധിപൻ തീരുമാനിച്ചു, ഈ അധ്യാപകനെ കുട്ടികളെ കൊണ്ട് തന്നെ ശിക്ഷിപ്പിക്കണം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, കുട്ടികൾ ഒരു അധ്യാപകനെ ശിക്ഷിക്കുക എന്നുള്ള അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമുള്ളൊരു കാര്യമാണ്. അധ്യാപകന്മാർ കുട്ടികളെ ശിക്ഷിക്കും, എന്നാൽ കുട്ടികളെ കൊണ്ട് അധ്യാപകനെ ഉപദ്രവിക്കുക എന്നുള്ളത് ഒരു അധ്യാപകനും അത് സഹിക്കുവാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ ഈ വിദ്യാർത്ഥികൾക്ക്, എസ്പെഷ്യലി ഈ അധ്യാപകനെ ഇഷ്ടമില്ലാത്ത വിദ്യാർത്ഥികളോട് ഈ ഗുരുവിനെ ഉപദ്രവിക്കുവാനായിട്ട് അവർ പറഞ്ഞു. അപ്പോൾ രോഷാകുലരായ വിദ്യാർത്ഥികളുടെ കയ്യിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ ആ കുട്ടികൾ ആ അധ്യാപകനെ വളരെ ഉപദ്രവിച്ചു. അങ്ങനെ വളരെ ക്രൂരമായ രീതിയിൽ അവരുടെ അധ്യാപകനോട് അവർ പെരുമാറി. അവസാനം അവർ ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് അദ്ദേഹത്തെ കുത്തി കൊല്ലുവാനിടയായിട്ട് തീർന്നു. എന്നാൽ ആ അധ്യാപകനായ കാസിയനാകട്ടെ വളരെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ യാതൊരു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് യാതൊരു തെറ്റായ കാര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലോ ഒന്നിലും ഉപദ്രവിക്കും തോറും വളരെ ശാന്തമായിട്ട് ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിലനിൽക്കും എന്നുള്ള തീരുമാനത്തോടു കൂടി ആ കാസിയൻ ഇരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് തീർന്നു. അതേ പൗലോസ് അപ്പോസ്തലനോട് കൂടി ആ കാസിയനും പറയാനായിട്ട് സാധിക്കും, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്കും ഈ വാക്യം പറയുവാനായിട്ട് സാധിക്കണം. നമ്മളും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശ്വസ്തയോടും സത്യസന്ധതയോടും ചെയ്യുവാണെങ്കിൽ, നമ്മുടെ ഓട്ടം തികയ്ക്കുവാണെങ്കിൽ, നാം കർത്താവിൻ്റെ പാതയിൽ തന്നെ കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിച്ച്
അങ്ങനെ നമ്മുടെ ഓട്ടം ഓടി തികയ്ക്കുവാണെങ്കിൽ നമുക്കും പറയുവാനായിട്ട് സാധിക്കും, ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ ജീവിപ്പാൻ, ഒരു വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് എന്ന കഥയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാസിയൻ എങ്ങനെയാണ് അവൻ്റെ അന്ത്യം വരെ കർത്താവിന് വേണ്ടി നിലനിന്നത് എന്നത് കേൾക്കുവാൻ ഞങ്ങൾക്കിടയായതോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും സത്യസന്ധതയോടും വിശ്വസ്തയോടുകൂടി എത്ര കഷ്ടതയും ദുഃഖമുണ്ടെങ്കിലും കർത്താവിനായിട്ട് നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ സൂക്ഷിക്കണമേ. നല്ല കുട്ടികളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പരീക്ഷയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയുമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുട്ടികൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷൻ ഉണ്ടാകും. ആ ഓളിലും കൂടെ കൈ അമർത്തി കഴിഞ്ഞാൽ ആൻറ്റി എപ്പോഴൊക്കെ ഇടുമോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് കഥ കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.